അയൽക്കാരനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് പഞ്ചായത്ത് മെമ്പർ ആകുവാൻ സാധിക്കുമോ? ഇല്ലെന്നാണ് പ്രമുഖ നയകാര്യ വിദഗ്ധനും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമൊക്കെയായ JS അടൂർ എന്ന ജോൺ സാമുവേലിൻ്റെ അഭിപ്രായം. തിരുവല്ലയിൽ നടന്ന PCIയുടെ സമ്മേളനം, പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ, കേരളത്തിലെ വിവിധ പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പെന്തക്കോസ്തുകാരായ മെമ്പർമാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടി. അവരെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമ്മേളനമായിട്ടാണ് അത് നടത്തിയത്. 100-ലധികം അംഗങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ ആദരവ് ചടങ്ങ് നടത്തിയത്. ആ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു JS അടൂർ. യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് അയൽക്കാരനെ സ്നേഹിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് ഒരുപക്ഷെ ഒരു MLAയോ MPയോ ആകുവാൻ സാധിച്ചേക്കും. എന്നാൽ ഒരു വാർഡ് മെമ്പർ ആകണമെങ്കിൽ നിർബന്ധമായും അയൽക്കാരനെ സ്നേഹിക്കുന്നവനായിരിക്കണമെന്ന് ജോൺ സാമുവേൽ ഓർപ്പിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ, ആ പ്രസംഗം മുഴുവനായി കേൾക്കുക. ഏറ്റവും പ്രിയപ്പെട്ട ഭാരവാഹികൾ, രാഷ്ട്രീയ ഏറ്റവും രാജ്യഗ്രഹം, പ്രിയപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട അധികം പ്രസംഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് വർഷങ്ങളായി പരിചയപ്പെട്ട സഹപ്രവർത്തകർ സാമൂഹികരുന്നുണ്ട്. അയാള് ഡെമോക്രാറ്റിക് ബിലീവേഴ്സ് ഫോറം എന്ന് പറഞ്ഞ ജ്ഞാനത്തിൽ വിശ്വാസമുള്ളവരുടെ കൂട്ടായ്മ ബന്ധപ്പെട്ടാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, മത്തായി സുവിശേഷം 5-ാമത്തെ ഭൂമിയിലെ ഉപ്പാണ് ലോകത്തിന്റെ രുചി. ഇതിനെ കുറിച്ച് പറയപ്പെടും. ഉപ്പ് എന്ന് പറയുന്നത് it symbolizes life. You are the life of the earth. ഉപ്പ് ഇല്ലാതെ ഭൂമിയിൽ ഒന്നും ഉണ്ടാകില്ല. ഉപ്പില്ലാതെ, സലൈനില്ലാതെ, കടൽവെള്ളത്തിൽ ഉപ്പില്ലെങ്കിൽ മത്സ്യങ്ങളുണ്ടായി. ഉപ്പാണ്. നമ്മൾ ഈ സോഡിയം കുറഞ്ഞു കഴിഞ്ഞാൽ സംഗതി എന്താണെന്നറിയാം, നമ്മുടെ ബ്രെയിൻ പ്രവർത്തി. ഉപ്പില്ലെങ്കിൽ, സോഡിയം ക്ലോറൈഡ് ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കണം. ഉപ്പെന്ന് പറഞ്ഞാൽ സിംബോളൈസ്, ഉപ്പെന്ന് പറഞ്ഞാൽ രണ്ട്, ലോകത്ത് ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടന്നത് ഉപ്പിന് വേണ്ടി, പിന്നാണ് കുരുമുളകിന് വേണ്ടി. ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ രുചിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എലമെന്റ്. ഈ ഭൂമിയില് എന്തെങ്കിലും വൃക്ഷം വളരണമെങ്കിൽ ഉപ്പുളമൊക്കെ ഇടുന്ന അതൊക്കെ പറയാം. ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പ് you are the salt of the earth എന്ന് പറഞ്ഞാൽ you are the life of this earth. You symbolize the earth. അത് രണ്ടാമത് പറയുന്നത് എന്താണ്? ഉപ്പ് also means it has a character. അല്ലേ? When you lose the character, നമ്മൾ ഏത് നേതാവാണെന്ന് പറഞ്ഞാൽ ആളുകൾ. മൂന്നാമത്, അല്പ ഉപ്പ് മതി വെള്ളത്തിന്റെ രുചിമാണ്. അല്ലേ? നിങ്ങള് 5 കിലോ ഉപ്പും 10 കിലോ ഉപ്പും കൊണ്ട ഒരു നുള്ള് ഉപ്പ് വെള്ളത്തിലിട്ടാൽ വെള്ളത്തിന്റെ, കാരണം ഉപ്പെന്ന് പറഞ്ഞാൽ ഉപ്പില്ലെങ്കിൽ ലൈഫ് ഇല്ല, ഉപ്പില്ലെങ്കിൽ ഭൂമി. സോൾട്ട് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയുടെ ജീവനാണ്. ഈ ഭൂമിയിലുള്ള ജീവന്റെ അടയാളപ്പെടുത്തലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. പല നീതി സൂര്യകത്തിന്റെ അർത്ഥമുണ്ട്. വെളിച്ചമില്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന കാര്യം ശാസ്ത്രീയമായി നടക്കില്ല. ഫോട്ടോസിന്തസിസ് ഇല്ലെങ്കിൽ ഓക്സിജനിൽ നമ്മൾ. ഇതിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് വളരെ ശാസ്ത്രീയമായ അർത്ഥമാണ്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകും, നിങ്ങൾ ലോകത്തിന്റെ
വെളിച്ചമാണ്. തന്നിന്മേൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകാശം. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ കാഴ്ചപ്പാടുള്ള നേതൃത്വം എന്ന് പറഞ്ഞാൽ ഉപ്പിന്റെയും പ്രകാശത്തിന്റെ പ്രകാശം പരത്തുന്നവരും രുചി പരത്തുന്നവരും ഉപ്പിനാൽ രുചിയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്? ഉപ്പിനാൽ രുചിയുള്ള വാക്ക്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്ന വേറൊരു കാര്യം ഇക്വാളിറ്റി. ഒരുവൻ വലിയ ഡ്രസ് ഇട്ട് വന്നാലും എല്ലാവരെയും എങ്ങനെ. മൂന്നാമത് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ജീവനില്ലാത്ത വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. അതിന് തിയോളജിക്കലി പറയുന്നത് ഡയക്കോണിയാണ്. നിങ്ങളുടെ വിശ്വാസം പ്രവൃത്തിയാകുമ്പോഴാണ് അത് സാധൂകരിക്കുന്നത്. മൂന്നാമത് എനിക്ക് പറയാനുള്ളത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷണം. പരസ്യ രഹസ്യ ശുശ്രൂഷല്ല, പരസ്യ ശുശ്രൂഷ. ഈ പരസ്യ ശുശ്രൂഷയിൽ യേശുക്രിസ്തു മൂന്നാല് കാര്യം. ഒന്ന്, അഞ്ചപ്പം കൊണ്ട് 5000 പേര്. അതിൽ വിത്ത് ലെസ് റിസോഴ്സസ് രാഷ്ട്രീയ പ്രവർത്തകർ, ഒരു സാമൂഹ്യ പ്രവർത്തകർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ഒരുപാട് റിസോഴ്സസ് കാണില്ല. നമുക്ക് തന്ന ടാലന്റ് ചിലരെന്ത് ചെയ്യും? കുഴിച്ചിടും. മറ്റുള്ളവരെന്ത് ചെയ്യും? വ്യാപാരം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടാലന്റ് തന്നു, ഓരോ കഴിവ് തന്നു. ആ കഴിവ് ഉപയോഗിക്കാനാണ് ദൈവം നമ്മളെ ആക്കി. രണ്ടാമത്, ഇറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. വെള്ളത്തെ വീഞ്ഞാക്കുന്ന അനുഭവം. മേക്കിംഗ് ഓർഡിനറി തിങ് എക്സ്ട്രാ ഓർഡിനറി. വെള്ളത്തെ വീഞ്ഞാക്കുക ഒരുപാട് കാര്യം, അതിന് ഒരുപാട് അർത്ഥം നൽകുന്നു. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേറ്റീവ് ലീഡർഷിപ്പ്. നമ്മുടെ ലീഡർഷിപ്പ് എപ്പോഴും ട്രാൻസ്ഫോം. എന്താണ്? ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മള് പ്രവർത്തിക്കണം. ഒരു വീട്ടിൽ ചെന്നപ്പോ എന്താ പറഞ്ഞത്? അവിടെ കല്യാണത്തിന് വീട്ടില്ല. പലപ്പോഴും നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ? ആ വീട്ടിൽ ചിലപ്പോൾ ഭക്ഷണമില്ല. ഭക്ഷണമില്ലാത്തവർ ഭക്ഷണം കൊടുക്കുന്നതാണ് എന്താണ്? ഡിവിനിറ്റി. യേശു പറയുന്നുണ്ട്, അറിയില്ലോ, എനിക്ക് ഉടുപ്പില്ലായിരുന്നു, എനിക്ക് ഭക്ഷണമില്ലായിരുന്നു, എനിക്ക്. മൂന്നാമത് യേശു കാണിച്ചത് ഹീലിംഗ് ടച്ച്. ഹീലിംഗ് ടച്ച്. കുഷ്ഠരോഗികളെ, എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരെ, പുറമ്പോക്കിൽ പുറന്തള്ളിയവരെ എന്താണ് ഹീലിംഗ് ടച്ച്. യേശു സുഖപ്പെടും. ഇതൊക്കെയാണ് നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ലാസ്റ്റ് എന്താണ്? അതേപോലെ എന്റെ അയൽക്കാരൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ പറയാവുന്ന ആരെയാണ്? അയൽക്കാരനെ. ബാക്കിയുള്ളവരെല്ലാം സ്നേഹിക്കും. അയൽക്കാരനെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് അസൂയ പാടില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ ആകണമെങ്കിൽ അയൽക്കാരെ സ്നേഹിക്കേ പറ്റൂ. ചിലപ്പോൾ നമുക്ക് MP ആകാം, MLA ആകാം. ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ ഇവൻ ശരിയല്ലെന്ന് അയൽക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 വോട്ട് കൃത്യമായി പോയി കാണും. അതേപോലെ അയൽക്കാരൻ നിങ്ങളെ സാക്ഷ്യം പറയാം. വളരെ നല്ല, എനിക്ക് വളരെ വർഷങ്ങളായി അവരോട്ട് ഞാനേ. അപ്പൊ നമ്മുടെ നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇനിയും നമുക്കറിയാൻ പറ്റാത്ത വിശ്വാസ സുവിശേഷ വിഹിതം. അങ്ങനെയാണ് ഞാനൊക്കെ പറഞ്ഞത്. സുവിശേഷ വിഹിത സഭ അതിൻ്റെ അകത്ത് ഒരു സ്പെക്ട്രമാണ്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ സുവിശേഷ വിഹിത സഭ ആദ്യത്തെ MLA ഡോക്ടർ ജോർജ് തോമസ്. പലർക്കും ഡോക്ടർ തോമസിനെ വിമർശിച്ച് പുസ്തകം എഴുതി. ഡോക്ടർ ജോർജ് തോമസ് അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളാണ്. അന്ന് കേരളത്തില് ഉണ്ടായിരുന്ന ഏറ്റവും വിദ്യാഭ്യാസമുള്ള, അമേരിക്കയിൽ വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസ് PhD എടുത്ത് ഇവിടെ വന്ന് സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായി മനോരാജ്യം മാസിക, എന്താണ് കേരള ഭൂഷൺ പത്രം, കേരളത്തിൽ സജീവമായിട്ട് ഇടപെട്ട് കല്ലുപ്പാറയുടെ MLA. അത് ജോർജ് തോമസിന് മാത്രമേ ഉള്ളൂ ഒരു കാറ്. ആ കാറിലായിരുന്നു
കെ കരുണാകരൻ പിന്നെ കോട്ടയത്ത് വന്നിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം പിന്നെ സിൻഡിക്കേറ്റ് കോൺഗ്രസിൽ ചേരുകയും പലർക്കും അറിയത്തില്ല ജോർജ് തോമസ്, ഡോക്ടർ ജോർജ് തോമസ് ഒരു സുവിശേഷകന്റെ ബ്രദറിലെ ഒരു ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തില് വിശ്വാസ സമൂഹത്തിൽ നിന്ന് MLA ഉണ്ടായിട്ടില്ല എന്നുള്ളത് തെറ്റിദ്ധാരണ. അതുപോലെ ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി മോറിസൺ വിശ്വാസിയായിരുന്നു. അത് വിശ്വാസത്തിൽ നിന്നാണ്. ഇന്ന് എത്യോപ്യയിലെ പ്രധാനമന്ത്രി, അതുപോലെ സൗത്ത് ആഫ്രിക്കയിലെ നിരവധി മന്ത്രിമാർ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തിൽ വരുന്നവര് ലോകത്തിന്റെ വെളിച്ചമായിരിക്കണം, ഭൂമിയുടെ ഉപ്പായിരിക്കണം, ഉപ്പിനാൽ വിനിമയം ഉള്ള വാക്കുകളൊക്കെ അതിന് ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്ന താരവും ഉത്തരവാദിത്വമാണ്. ലീഡർഷിപ്പ് ഈസ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി, ഈസ് നോട്ട് അബൌട്ട് പവർ. അധികാരം എന്ന് പറയുന്നത് എവിടുന്നാണ്? മേളിൽ. പക്ഷേ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ റിയലൈസ് ചെയ്യും. So let us be a blessing, let us be a light, and let us be the salt of the earth, let us be transformative. ആ യേശുവിന്റെ ആവശ്യങ്ങളിൽ മനുഷ്യനെ സഹായിക്കുന്ന 5 കൊണ്ട് 5000 പേരെ പരിപോഷിപ്പിക്കാൻ കാഴ്ചപ്പാടുള്ള, വെള്ളത്തെ വീഞ്ഞാക്കാൻ കാഴ്ചപ്പാടുള്ള, എല്ലാവർക്കും ഹീലിംഗ് ടച്ച് കൊടുക്കാൻ കഴിവുള്ള നേതാക്കളായിരിക്കും, ദീപങ്ങളായിരിക്കും, പ്രകാശം പരത്തുന്ന നേതാക്കളായിരിക്കും. ദൈവം ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100 വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.